നിൽപ്പുള്ളൂ. അപ്പൊ ഇത് ഒരു രൂപ പോലും ഞാൻ ഫൗണ്ടേഷൻ വഴി പോലും മേടിക്കാറില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി കോൺട്രാക്ടറും നമ്മൾ ബെനിഫിഷ്യറെ കണ്ടുപിടിക്കും, നമ്മളിതിന്റെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനുള്ള ആളെ കണ്ടുപിടിക്കും. അവർ തമ്മിലാണ് പിന്നെ അപ്പൊ കോൺട്രാക്ടറാണ് ആ ബെനിഫിഷ്യറിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ പല സ്ഥലത്ത് പോയിട്ടും പല ആൾക്കാരെ കണ്ടിട്ടും ഇത്രയധികം കമ്മിറ്റഡ് ആയിട്ട് ഇത്രയധികം എന്താ പറയുക അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇത്രയേറെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ച പാവപ്പെട്ടവരുടെ ഏറ്റവും സ്നേഹം പുലർത്തിയ മിശ്രയെ ഒരിക്കൽ കൂടി അവസരം അഭിനന്ദിക്കുവാൻ ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുക. ഇവിടെ കനിവ് പദ്ധതിയിലാണ് അവരത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വന്നിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്ത് ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ചാടി, പിന്നെ വീണ്ടും കയറി, ഇന്നലെ ഞാൻ വീണ്ടും ഒന്ന് ചാടി. അതിന്റെ രാത്രി ഞാൻ ഇത്തിരി അനുഭവിച്ചു. എനിക്ക് ഭയങ്കര ചുമയും ഇതായി. ഇന്ന് വരാൻ പറ്റുമെന്ന് സംശയമായിരുന്നു. വീണ്ടും ഒന്ന് ചാടിയിരിക്കുകയാണ്. രാത്രി അറിയാൻ ബാക്കി എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ആയുർവേദ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് ഇച്ചിരി കൂടുതൽ നമ്മൾ പത്തും പലിച്ചിലും. അതുകൊണ്ട് പക്ഷെ ഒന്നിൽ നിർത്തത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പുറത്ത് ചാടിയിരിക്കുന്നത്. അപ്പൊ ഞാനിതിൽ പുറത്ത് ചാടിയാലും രണ്ടു മൂന്ന് പേർക്ക് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് ചാടി. അങ്ങനെയല്ലേ? വാക്ക് കൊടുക്കണം. ഒരു ജനങ്ങളോട് വാക്ക് കൊടുക്കണം. മാറ്റുന്നവരെ ആലോചിച്ചു. ഞാനും ആലോചിച്ചിട്ടേ വരത്തുള്ളൂ പറഞ്ഞില്ലായിരുന്നു. ഏതായാലും നിങ്ങളത് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസം. കാരണം നിങ്ങൾ ഇത്രയും നാൾ കാണിച്ച ഒരു സമീപനം അത് പുതുപ്പള്ളിയുടെ ജനങ്ങളോടും അതുപോലെ എന്റെ പിതാവിനോടുള്ള സ്നേഹം കൂടി കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഭാവിയിലും പുതുപ്പള്ളി നിങ്ങൾ കേരളത്തിൽ നന്മ ചെയ്യുമ്പോൾ പുതുപ്പള്ളിയെ തന്നെ തിരഞ്ഞെടുക്കണം, പുതുപ്പള്ളിയിലെ ജനങ്ങളെ സഹായിക്കണം എന്നുള്ളതായിരിക്കും ഞാൻ അഭ്യർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 3 വർഷം ആവുകയാണ്. ജൂലൈ ആകുമ്പോൾ 3 വർഷം കഴിയും. നമ്മുടെ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ട് പക്ഷേ ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അങ്ങനെ കഴിഞ്ഞ കുറെ നാളുകൾ നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രശ്നം നേരിട്ടത് ആൾക്കാര് പറയുന്നത് ചിലപ്പോൾ പാലിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും നേരിടുന്നത്. അതുകൊണ്ടാണ് നിസ്വ ഒമാന്റെ പ്രത്യേകമായി ആർദ്രമായി അഭിനന്ദിക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ അവസരമെടുക്കുന്നത്. കാരണം അവർ വാക്ക് പറഞ്ഞു, അത് പൂർത്തീകരിച്ചു. അത് ഇവിടുത്തെ ഒരു കുടുംബത്തിന് ഏറ്റവും സഹായകരമായി തീർന്നു. പ്രത്യേകമായി ആ കുടുംബത്തെയും അഭിനന്ദിക്കുകയാണ്. അപ്പം പ്രത്യേകമായി അവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇതിനെ സഹകരിച്ച എല്ലാവരെയും, പ്രിയപ്പെട്ട ഷിബിച്ചാനടക്കം എല്ലാവരെയും, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, ഇവിടുത്തെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തകരെയും ഇതിനുവേണ്ടി ഒപ്പം നിന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് റോണിയാണ് ഇതിനെ ഒത്തിരി കോർഡിനേഷൻ ചെയ്ത് എബിനും അതിനോടൊപ്പം വന്നില്ല. ആള് മാറിപ്പോയി, തിരിച്ചറിയണമെന്നില്ല. അപ്പം എബിനും ഇതിന് 50 വീടിന്